ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഫേസ് ഔട്ട്ലൈൻ എങ്ങനെ ഫ്രീ ആയിട്ട് വരയ്ക്കാമെന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പേപ്പർ എടുക്കുക. അതിനുശേഷം നമ്മൾ ഏകദേശം സെൻറ്റർ ഭാഗത്തായിട്ട് തന്നെ ഒരു സർക്കിൾ ഇതുപോലെ വരയ്ക്കുക. അത് നമുക്ക് വേണമെങ്കിൽ കോമ്പസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാം. നമ്മൾ ഈ സർക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് ഫേസ് എന്തൊരു വലുപ്പത്തിൽ വേണോ ആ ഒരു വലുപ്പത്തിൽ നിങ്ങൾ സർക്കിൾ വരയ്ക്കുക. അപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം സെൻറ്റർ ഭാഗത്തായിട്ടൊരു ലൈൻ വരയ്ക്കണം. ഏകദേശം സെൻറ്റർ ഭാഗം നോക്കുക, ലൈൻ വരയ്ക്കുക. നിങ്ങൾ സ്കെയിലൊന്നും ഉപയോഗിക്കേണ്ട, റഫായിട്ട് വരച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. പിന്നെ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു സൈഡിലായിട്ട്, അതായത് ഇപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്ന ചെവിയുടെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വലത് സൈഡിൽ, അതായത് ഈ ഒരു ഭാഗത്ത് ഈ ഒരു സൈഡോട് ചേർന്ന് നമ്മളൊരു ചെറിയൊരു സർക്കിൾ വരയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു സർക്കിളിനുള്ളിൽ ആ ചെവിയുടെ ഭാഗം ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വരയ്ക്കാൻ നോക്കുന്നുണ്ട്. ആ ഫോട്ടോ നോക്കിയിട്ട് ഇപ്പോൾ ചെവി നിങ്ങൾ വരയ്ക്കുമ്പം ആ സർക്കിളിനുള്ളിൽ തന്നെ ആകുന്ന രീതി വരയ്ക്കുക. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ ആ ഒരു ഫോട്ടോ ഞാൻ പറയുന്നത് സൂം ചെയ്യുക. സൂം ചെയ്തിട്ട് കറക്റ്റായിട്ട് ആ ചെവിയുടെ ഷേപ്പ് കിട്ടുന്നുണ്ടോ നോക്കുക. അതുപോലെ നോക്കി വരയ്ക്കാൻ ശ്രമിക്കുക. അതായത് നമ്മൾ ആ വരയുടെ മുകളിലും താഴെയായിട്ട്, അതായത് നമ്മൾ ആ വര ചെവിയുടെ സെൻറ്റർ ഭാഗത്തൂടെയാണ് പോകുന്നത്. ഏകദേശം സെൻറ്റർ ഭാഗത്തൂടെയാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ഇത് കണ്ടിട്ട് ആ ഒരു ചെവി ഭാഗം നിങ്ങൾ വരച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കുക. അതുപോലെ തന്നെ അപ്പോൾ നമ്മളിതൊരു ഇതിന് വേണമെങ്കിൽ ലൂമീസ് മെത്തേഡ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ലൂമീസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അതുപോലെ കണ്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇത് കംപ്ലീറ്റ് ആയിട്ട് ലൂമീസ് മെത്തേഡല്ല. ഇതിൻ്റെ അത് കുറച്ചുകൂടെയൊക്കെ മാറ്റങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ലൂമീസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സർക്കിൾ പോലെ ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഫേസ് ബിൽഡപ്പ് ചെയ്തെടുക്കുന്നതാണ് ലൂമീസ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ഇത് ഫുള്ളായിട്ട് ലൂമീസ് മെത്തേഡല്ല. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ എൻ്റേതായ ഐഡിയ ഉപയോഗിച്ചിട്ട് ഇതിനകത്ത് മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് വരയ്ക്കാവുന്നതാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഞാൻ ആ ചെവിയുടെ ഒരു ഷേപ്പ് ജസ്റ്റ് ഒന്ന് അവിടെ വരച്ചിട്ടുണ്ട്. ഇനി എന്നാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ചെവിയിൽ നിന്ന് ഇപ്പം നമുക്ക് കണ്ണാണ് വരയ്ക്കേണ്ടത് സാധാരണ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കണ്ണിൻ്റെ ഭാഗം കാണുന്നില്ല, നമ്മൾ കണ്ണാടിയാണ് വരയ്ക്കേണ്ടത്. അപ്പം അവിടുന്ന് ചെവിയിൽ നിന്ന് ആ ഒരു ഇപ്പോൾ ഈ ഒരു ഭാഗത്തെ കണ്ണാടിയില്ലേ, അപ്പോൾ ആ ഒരു അളവ് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കുക. ഫോട്ടോയിൽ സൂം ചെയ്ത് നോക്കിയിട്ട് എവിടെ വരെയാണ് അത് എന്നതെന്ന് വെച്ചിട്ട് ആ വരയിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തപോലെ നമ്മളിപ്പോൾ വലതുകണ്ണിൻ്റെ ഭാഗത്തെ കണ്ണാടിയുടെ ഭാഗമാണ് വരയ്ക്കുന്നത്. അപ്പം അതേപോലെ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കിയിട്ട് പെൻസിൽ പിടിച്ച് നിങ്ങൾ സൂം ചെയ്ത് നോക്കുക ഫോട്ടോയിൽ. എന്നിട്ട് ഒന്ന് മാർക്ക് ചെയ്യുക. അതുപോലെ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു കണ്ണാടിയുടെ ഭാഗം ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ നോക്കുക. അപ്പോൾ അത് മുമ്പേ നമ്മൾ വരച്ചാൽ തന്നെ ആ വരയുടെ മുകളിലും താഴെയായിട്ട് ആ കണ്ണാടി വരച്ചെടുക്കുക. അതായത് നമ്മൾ ആ ഒരു അളവ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ചെവിയുടെ ഭാഗവും നമ്മൾ ആ കണ്ണാടി ഭാഗവും ഏകദേശം ആ ഒരു ലൈനിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് അനുസരിച്ച് നിങ്ങൾ വരയ്ക്കാൻ നോക്കുക. അതിനുശേഷം താഴേക്കുള്ള അളവ് ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ നോക്കുക. പെൻസിൽ ഉപയോഗിച്ച് ഒന്ന് നോക്കിയിട്ട് താഴെ ജസ്റ്റ് ഡോട്ട് ഇട്ടിട്ട് വരയ്ക്കുക.
അപ്പോൾ നമ്മൾ ആ ഒരു അത്ര ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് അളവിൻ്റെ ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് മുട്ടിച്ച് വരച്ചാൽ മതി. അതിനുശേഷം നമ്മൾ അവിടുന്ന് ജസ്റ്റ് ഒരു ലൈൻ ഇടുക. അതായത് നമ്മൾ മുകളിലോട്ട് നമുക്ക് നെറ്റിയുടെ ഭാഗമൊക്കെ വരയ്ക്കാനുണ്ട്, അതുപോലെ താഴേക്ക് നമുക്ക് താടി മീശ കാര്യങ്ങളൊക്കെ വരയ്ക്കാനുണ്ട്. അപ്പോൾ ഏകദേശം അതായത് ആ കണ്ണാടി കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ലൈനോട് ഇടുക താഴേക്ക്, നമുക്ക് വരച്ച് പോകാനുള്ള, അതായത് മൂക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ മൂക്കിൻ്റെ ഭാഗം വരച്ച് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു ഇതിൽ വെച്ച് നിങ്ങൾ സൂം ചെയ്ത് നോക്കിയിട്ട് ഒരളവെടുത്തിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് ആ മൂക്കിൻ്റെ ഇങ്ങേ സൈഡ്, അതായത് നമ്മൾ ഇടതുകണ്ണിൻ്റെ കണ്ണടയുടെ ഭാഗമില്ലേ, അപ്പോൾ ആ ഒരു ഭാഗം വരയ്ക്കണേ. ജസ്റ്റ് ഇവിടുന്ന് ഒരു വര വരച്ചിട്ട് ഇങ്ങോട്ട് മുട്ടിച്ച് വരച്ചാൽ മതി. ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ആ കണ്ണാടിയുടെ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ വരച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഇപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് മീശയുടെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മീശ നമ്മൾ ഒരുപാട് ഇതായിട്ട് വരച്ച് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ലൂമിസ് മെത്തേഡ് ഡ്രോയിങ് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ലൂമിസ് മെത്തേഡ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ലൂമിസ് മെത്തേഡ് കംപ്ലീറ്റ് ആയിട്ട് ലൂമിസ് മെത്തേഡ് അല്ല ഇത്. ലൂമിസ് മെത്തേഡ് ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് അതിൻ്റെ അകത്ത് നിന്ന് കുറച്ചുകൂടെ മാറ്റങ്ങൾ വരുത്തിയിട്ട് അതിൻ്റേതായ ഒരു ഐഡിയ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇപ്പം പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ആ ലിപ്സിൻ്റെ ഭാഗങ്ങൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് താടിയൊക്കെ വരയ്ക്കാം. ഇനി എല്ലാം ജസ്റ്റ് ഒരു അളവെടുത്തിട്ട് പെൻസിൽ മുമ്പേ കാണിച്ചൊരു അളവെടുത്തിട്ട് നിങ്ങൾ വരച്ച് പോയാൽ മതി. ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് തെറ്റിപ്പോകുന്ന ഭാഗങ്ങൾ നമ്മൾ ആദ്യം വരച്ചു. മൂക്ക്, അങ്ങനെ കണ്ണാടി പിന്നെ ചെവി അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ, അതായത് നമുക്ക് കണ്ണായിരുന്നു വരയ്ക്കേണ്ടത്. നമുക്ക് കണ്ണിൻ്റെ ഭാഗം കാണുന്നിടത്തോണ്ട് കണ്ണാടി വരച്ചതാണ്. അപ്പോൾ നമുക്ക് ഇനിയൊരു കണ്ണിൻ്റെ ഭാഗം വരയ്ക്കുന്ന വീഡിയോയും ചെയ്യാം ഇതുപോലെ തന്നെ പിന്നീട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ണ് വരയ്ക്കാൻ കുറച്ചുകൂടെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. നമ്മൾ മുകളിൽ ചെറിയതുപോലെ ലൈൻ ഇടുന്നുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് മുടിയുടെ ഭാഗവും പിന്നെ നെറ്റിയുടെ ഭാഗവും തമ്മിലുള്ള ഒരു ഇതില്ലേ, ആ ഒരു ഭാഗമാണ് നമ്മൾ ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമുക്ക് താടി ഒരു ലൈൻ വരയ്ക്കണം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ഫേസിൻ്റെ എൻഡ്, അതായത് ആ താടി വരച്ച് തീരേണ്ട ആ ഭാഗമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഏകദേശം ഒരു അളവെടുത്തിട്ട് നിങ്ങൾ വരയ്ക്കുക. അപ്പം ഞാൻ മുമ്പേ വരച്ചുള്ള തന്നെ ഒരു ലൈൻ വരച്ചിട്ട് അതിൻ്റെ മുകളിലും താഴെയായിട്ട്, ഇപ്പോൾ താഴെ കൊണ്ട് മുടിയുടെ, അതായത് നമ്മളെ നെറ്റിയിലെ ആ നെറ്റിയുടെ ഭാഗവും പിന്നെ ആ വരയുടെ മുകളിൽ കൊണ്ട് നമുക്ക് മുടിയുടെ ഭാഗം വരയ്ക്കണം. അതിനുശേഷം നമ്മൾ ആ ഫോട്ടോ നോക്കിയിട്ട് ആ മുടി ഒരു ഷേപ്പ് ഔട്ട്ലൈൻ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ആ ഒരു ഷേപ്പ് ഇവിടെയൊക്കെ മുടിയുടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് അകലം, ആ ഒരു അകലം നോക്കുക. നമ്മൾ ആ നെറ്റിയുടെ ആ ഭാഗത്തു നിന്ന് മുടി തുടങ്ങുന്ന ഭാഗവും അതുപോലെ മുടിയുടെ ആ എൻഡ്, അതായത് നമ്മൾ വരച്ച് തരേണ്ട ഭാഗമില്ലേ ആ ഔട്ട്ലൈനും എന്തൊരു അകലം വരുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് വരയിട്ടിട്ട് ആ വരയെ മുട്ടിച്ച് വരയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ ആ ചെവിയുടെ അവിടുന്ന് തുടങ്ങുന്ന ഭാഗവും അവിടുന്ന് മുകളിലോട്ട് വരയ്ക്കുക. പിന്നെ ആ ഒരു ഷേപ്പ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരച്ചാൽ മതി. നിങ്ങൾക്ക് വേറെ വരയിടേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് അതുപോലെ തന്നെ വരച്ചാൽ മതി, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പിന്നെ നമ്മൾ വരയ്ക്കുന്നത് ലിപ്സ് കഴിഞ്ഞുള്ള മീശ, ലിപ്സ് കഴിഞ്ഞുള്ള താടിയുടെ ഭാഗമില്ലേ,
മീശ നമ്മൾ ഓൾറെഡി ചെയ്തു. താഴേക്കുള്ള ഭാഗം അപ്പോൾ അതും ഔട്ട്ലൈനായിട്ട് ഒരുപാട് തെളിച്ച് വരയ്ക്കുക. ജസ്റ്റ് ആദ്യം ചെറുതായിട്ടൊന്ന് വരച്ചിട്ട് അത് ശരിയാണെന്ന് തോന്നിയെങ്കിൽ മാത്രം തെളിച്ച് വരയ്ക്കുക. പിന്നെ ആ താടിയുടെ ആ ഭാഗം കൊണ്ട്, അതായത് ചെവിയുടെ അവിടുന്ന് വന്നിട്ട് ആ ഒരു ചെരിഞ്ഞ് വന്നിട്ട് ഇങ്ങോട്ട് വരുന്നത്, അപ്പോൾ അതുപോലെ തന്നെ വരയ്ക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ ഔട്ട്ലൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. താടി കൊണ്ട് ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്, ഫുള്ളായിട്ട് വരയ്ക്കുന്നില്ല. നമ്മൾ ഔട്ട്ലൈൻ മാത്രമേ അത് വരയ്ക്കുന്നുള്ളൂ. ഇപ്പോൾ പലർക്കും ഗ്രിഡ് ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ സമയം പോകുന്നു അങ്ങനെയൊക്കെ പറയുന്നത് കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കുറച്ചുകൂടെ ഈസി ആയിട്ട് വരയ്ക്കാനൊരു മെത്തേഡാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഇനിയൊന്നുമില്ല, നമുക്ക് ഇനി ജസ്റ്റ് കഴുത്തിൻ്റെ ഭാഗം ഡ്രസ്സിൻ്റെ ഭാഗം വരച്ച് കൊടുത്താൽ മതി. അതിപ്പം അളവെടുക്കൊന്നും വേണ്ട, നിങ്ങളൊരു ഫോട്ടോ നോക്കിയിട്ട് ഏകദേശം ഒരകലം വെച്ചങ്ങ് വരച്ചാൽ മതി. ഐഡിയപരമായിട്ട് ചെയ്താൽ മതി, നിങ്ങളുടെ ഐഡിയപരമായിട്ട് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇത്ര ഭാഗം വരച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്നെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വരച്ചേക്കുന്ന വരയൊക്കെ ഇല്ലേ, റൗണ്ട് സർക്കിളൊക്കെ ഒന്ന് മായ്ച്ചു കൊടുക്കുക. അതുപോലെ ഇടയ്ക്കൂടെയൊക്കെ നമ്മൾ വരച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് മായ്ച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ 2 ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനേക്കാൾ കുറച്ച് എളുപ്പം നിങ്ങൾക്ക് ഇതാണോ അതോ അത് തന്നെയായിരുന്നു എളുപ്പം എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഡ്രോയിങ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ച് തന്നെ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഓരോ പാർട്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡ്രോയിങ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഔട്ട്ലൈൻ ചെയ്തിട്ട് ബാക്കി വീഡിയോ കണ്ടിട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഔട്ട്ലൈൻ നിങ്ങൾക്ക് ഇതെങ്കിൽ എളുപ്പം ഇത് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുക. നമ്മൾ 2 സൈസിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ എളുപ്പം എന്ന് വെച്ചാൽ അത് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല്. അപ്പോൾ നമുക്ക് ഇനിയും ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടിയെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തത്, ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്ത ഡ്രോയിങ് ഇതായിരുന്നു. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഒന്ന് കണ്ടിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ.